അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണാണ്. ടോണിങ്ങിലൂടെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ pHനെ ബാലൻസ് ചെയ്ത് നിലനിർത്താനും ഹെൽപ്പ് ചെയ്യും. ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാഹിച്ചിരിക്കുന്ന ഡ്രൈ ആയിട്ടും മെച്ചോർഡോ ആയിട്ടുള്ള സ്കിന്നിന്റെ ദാഹം മാറ്റുക. അതാണ് ഈ ടോണിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് തന്നെ 1 കപ്പ് ഓഫ് റോസ് വാട്ടറും അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഓഫ് അൺകുക്ക്ഡ് റൈസ് വാട്ടറുമാണ് വേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓഫ് അലോവേര ജെല്ലും. എങ്ങനെയാണ് അൺകുക്ക്ഡ് റൈസ് വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ അത് ഈസിയാണ്. നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കുക. റൈസിനെ 2-3 തവണ വാഷ് ചെയ്യുക. അതിനുശേഷം ക്ലീൻ ആയിട്ടുള്ള ഒരു വെള്ളത്തിൽ 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത റൈസ് മാറ്റി 1 കപ്പ് റൈസ് വാട്ടറും അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ റോസ് വാട്ടറും 2 ടേബിൾ സ്പൂൺ ഓഫ് അലോവേര ജെല്ലും കൂടെ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കതിനെ റെഫ്രിജറേറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഐസ് ക്യൂബ് ആക്കി എടുക്കാം. എന്നിട്ട് എല്ലാ സ്കിൻ കെയറിന് മുമ്പ് നിങ്ങൾ രാവിലെ പുറത്തുമൊക്കെ പോയി ബിസി ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖത്ത് നന്നായിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെയെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ടോണിങ്ങിലൂടെ നമുക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കിയാലോ. നല്ല രീതിയിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ക്ലീൻ ആയിട്ട് നിലനിർത്താനും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനും ടോണിങ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസ് ആണ്. നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ഫേസ് വാഷുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പലതരത്തിൽ കളർഫുൾ ആയിട്ടുള്ളതും നല്ല ഫ്രാഗ്രൻസിലും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വാങ്ങിക്കാൻ ആഗ്രഹം. പക്ഷേ ഏറ്റവും ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ കേട്ടോ. പ്രത്യേകിച്ച് 40 വയസ്സൊക്കെ കഴിയുന്നവർക്ക് അറിയാം സ്കിൻ നല്ല രീതിയിൽ മെച്ചൂർഡായിട്ടും ഡ്രൈ ആയിട്ടൊക്കെ തോന്നി തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ച്. ആദ്യമായിട്ട് തന്നെ ഓയിൽ ക്ലെൻസിങ് ശരിക്കും ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ തന്നെ നമ്മൾ ശരിക്കും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയിലൊക്കെയാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ സ്കിന്ന് ഡേറ്റൊക്കെ കൊണ്ട് നിറഞ്ഞ് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അതുപോലെ ഏജ് കഴിഞ്ഞ ഒരുപാട് ഏജ് ആയവർക്കും ഒക്കെ ഓയിൽ ക്ലെൻസിങ് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യും. നല്ല രീതിയിൽ ഡീപ്പ് ക്ലെൻസ് ചെയ്യാനും നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടൊക്കെ നിലനിർത്താൻ ഓയിൽ ക്ലെൻസിങ് ബെസ്റ്റാണ്. രണ്ടാമത് നിങ്ങൾ എന്തെങ്കിലും ഒരു ജെന്റിലായിട്ടുള്ള ഒരു ഫേസ് വാഷ് വേണം തിരഞ്ഞെടുക്കാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കളർഫുൾ ആയിട്ടുള്ളത് ഫ്രാഗ്രൻസ് ഉള്ളതൊന്നും അല്ലാതെ ഏറ്റവും ജെന്റിലായിട്ടുള്ള ഒരു ക്ലെൻസർ ഉപയോഗിക്കാം. ഇനി ആയുർവേദമാണ് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാതെ ഒരു തരത്തിലും കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ക്ലെൻസർ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അതിന് നമുക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് തന്നെ 10 ടേബിൾ സ്പൂൺ ഓഫ് അമലാഖി പൗഡർ, 10 ടേബിൾ സ്പൂൺ ഓഫ് ശതാവരി പൗഡർ, പിന്നെ 10 ടേബിൾ സ്പൂൺ ഓഫ് നമ്മുടെ ഉഴുന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയത് വേണം എടുക്കാൻ. പിന്നെ 10 ടേബിൾ സ്പൂൺ ഓഫ് ബല പൗഡർ. ഇങ്ങനെ 4 ഇൻഗ്രീഡിയൻസും കൂടെ ചേർന്ന് നല്ല രീതിയിൽ പൗഡറാക്കി, നല്ല ഉണങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉഴുത താലാണെങ്കിൽ നല്ല രീതിയിൽ ഉണക്കി ഇതിൻ്റെ കൂടെ പൗഡർ ഫോമിലാക്കി നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് എങ്ങനെയാണ് നമ്മളിത് ക്ലെൻസറായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഓയിൽ ക്ലെൻസ് ചെയ്യാം. ഓയിൽ ക്ലെൻസ് ചെയ്ത ശേഷം ഇതിന് 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതിൽ അല്പം പാല് കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. നല്ല ഫൈൻ പേസ്റ്റ് രൂപത്തിലാക്കി 2 മുതൽ 3 മിനിറ്റ് വരെ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കഴുകി കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും ഉള്ള സ്കിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓയിൽ ക്ലെൻസിന് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഓഫ് സെസമി ഓയിലും 1/2 കപ്പ് ഓഫ് കോക്കനട്ട് ഓയിലും, വെർജിൻ കോക്കനട്ട് ഓയിലും കൂടെ നല്ല രീതിയിൽ എടുത്ത് അതിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ മുഖത്ത് നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിൽ ക്ലെൻസിങ്ങും റെഡിയായി. അപ്പോൾ ഈ 2 ക്ലെൻസിങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടും മെച്ചോർഡ് ആയിട്ടുള്ള സ്കിൻ ഡബിൾ ഹാപ്പി ആവും കേട്ടോ. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഉപ്താൻ അല്ലെങ്കിൽ എക്സ്ഫോളിയേഷൻ എന്നാണ് ഈ സ്റ്റെപ്പിനെ പറയുന്നത്. ഇതെന്ന് പറയുന്നത് ശരിക്കും ഡ്രൈ ആയിട്ടും മെച്ചോർഡ് ആയിട്ടുള്ള സ്കിന്നിന് എക്സ്ഫോളിയേഷൻ വഴി സെൽ ടേൺ ഓവർ സംഭവിക്കും. സെൽ ടേൺ ഓവർ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ മാറ്റി പുതിയ ഫ്രഷ് ആയിട്ടുള്ള ന്യൂ സ്കിന്ന് വരുന്നതിലൂടെ നല്ല ക്ലിയർ സ്കിന്ന് നിങ്ങൾക്ക് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആയുർവേദിക് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കിത് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് 10 ടേബിൾ സ്പൂൺ ഓഫ് അമലാഖി പൗഡർ, പിന്നെ 10 ടേബിൾ സ്പൂൺ ഓഫ് എഷ്ടി മധു അല്ലെങ്കിൽ ലിക്കരി അല്ലെങ്കിൽ മുലേഥി എന്നിതിനെ പറയുന്നുണ്ട്. ഈ പൗഡർ നമുക്ക് ആവശ്യമാണ്.
ഇതോടൊപ്പം 10 ടേബിൾ സ്പൂൺ ഓഫ് മസ്ത അഥവാ നാഗർമുദ പൗഡർ കൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ 3 ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിനെ എല്ലാം കൂടെ ചേർന്ന് ഒരു നല്ല പൗഡർ ഫോമിലാക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് 3 പൗഡറായിട്ട് തന്നെ വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ എടുക്കുക, അതിൽ നിങ്ങൾക്ക് ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നിട്ട് നല്ല മുഖത്തേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 മുതൽ 3 മിനിറ്റ് വരെയെങ്കിലും അത് നമ്മുടെ മുഖത്ത് കിടക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സ്കിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമാണ്. ആവി കൊള്ളുന്നതിന്റെ ഗുണത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല. ഇത് കുഞ്ഞുനാൾ മുതലേ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ ഒരുപാട് കേട്ടിട്ടും കണ്ടിട്ടും ഉള്ളതാണ്. ആവി പിടിക്കുക, സ്കിന്നിലെ ക്ലോഗ്ഡ് ആയിട്ടുള്ള പോർസ് ഒക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആവുകയും സ്കിന്നിലെ ടോക്സിൻസ് റിലീസ് ആവുകയും ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടും. അത് സിമ്പിളായിട്ട് നമ്മൾ മുഖത്തൊന്ന് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. ആവി കൊണ്ട ശേഷം മുഖം നല്ല രീതിയിൽ വിയർക്കും. അതായത് നമ്മൾ പോർസ് എല്ലാം നല്ല രീതിയിൽ ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്രഷ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. നല്ല ഡേറ്റ് ഒക്കെ പോയിട്ട് ഉള്ള സ്കിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതിന് ഒരു സംശയമില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഡ്രൈ ആയിട്ടും മെച്ചോർഡ് ആയിട്ടും ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള സ്കിന്നിന് ഏറ്റവും ബെനിഫിറ്റ്സ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഇത് വേറൊന്നും അല്ല, ഫേസ് ഓയിൽ മസാജ് ആണ്. അതിനു വേണ്ടി ഒരു നല്ല ഓയിൽ എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും അതോടെ തന്നെ ഫൈൻ ലൈൻസും റിങ്കിൾസിനെയൊക്കെ കുറയ്ക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ നിലനിർത്താനും ഇത് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിച്വൽ എന്ന് തന്നെ പറയാം. ഇത് നിങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെ ആയിരിക്കും നിങ്ങളുടെ സ്കിന്നിന് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നല്ലൊരു ഫേസ് ഓയിൽ മസാജ് നമുക്കിപ്പം വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് പറയുന്നത് 2 കപ്പ് ബ്ലാക്ക് സെസമി ഓയിലാണ്. ഈ ഓയിലിന്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ഓഫ് ഡ്രൈഡ് അമലാക്കി ഫ്രൂട്ടും 1 ടേബിൾ സ്പൂൺ ഓഫ് ഡ്രൈഡ് ബലാ പൗഡറും 1 ടേബിൾ സ്പൂൺ ഓഫ് ഡ്രൈഡ് ചിരോഞ്ചി സീഡ്സും ആണ്. ഇതിന് ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. 2 കപ്പ് സെസമി ഓയിലാണ് നമുക്ക് ആവശ്യം. അതിന് കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓഫ് ഡ്രൈഡ് അമലാക്കി ഫ്രൂട്ടും 1 ടേബിൾ സ്പൂൺ ഓഫ് ഡ്രൈഡ് ബലാ റൂട്ടും 1 ടേബിൾ സ്പൂൺ ഓഫ് ഡ്രൈഡ് ചിരോഞ്ചി സീഡ്സും ആണ് ആവശ്യം. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മുടെ കയ്യിലെടുക്കുക. കയ്യിൽ തന്നെ ആദ്യം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത ശേഷം മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ വേണം അപ്ലൈ ചെയ്യാൻ. നിങ്ങളുടെ സമയം എടുത്ത് സാവകാശം മസാജ് ചെയ്താൽ മതി. ഇതൊരു ഫേസ് മാസ്ക് പോലെയോ ട്യൂൺ പോലെ എക്സ്ഫോളിയേഷൻ പോലെയോ സ്പീഡിൽ ചെയ്യേണ്ട കാര്യമില്ല. ഫേസ് മസാജിന് സമയം എടുത്ത് നിങ്ങൾക്ക് എത്ര സമയം വേണോ, ഒരു 10 മിനിറ്റ് ആകട്ടെ 20 മിനിറ്റോളം മസാജ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും മസാജ് ചെയ്യാം. പക്ഷെ നമ്മുടെ സ്കിന്നാണ്, അത്രയ്ക്ക് പ്രഷർ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ലോ ആയിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യാം. അപ്പോൾ നിങ്ങളിങ്ങനെ ഫേസ് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏജ് ചെന്നവർക്കൊക്കെ അറിയാം, സ്കിൻ നല്ല രീതിയിൽ തൂങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുന്നവർക്കൊക്കെ നല്ല ലിഫ്റ്റഡ് ആയിട്ടും സപ്പിളായിട്ടും നല്ല പ്യുവർ ക്ലിയർ സ്കിന്ന് നിലനിർത്താൻ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നല്ല റേഡിയന്റ് സ്കിന്ന് കിട്ടുന്നതിന് സംശയമേ വേണ്ട. ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മാസ്ക് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പ്രത്യേകിച്ച് ആന്റി ഏജിങ്ങിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മാസ്ക് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റിങ്കിൾസിനും ഫൈൻ ലൈൻസിനും കറുത്ത പുള്ളികളൊക്കെ മാറ്റി നല്ല സപ്പിളായിട്ടുള്ള സ്കിൻ ലഭിക്കാൻ ഈ മാസ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിന് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 3 ടേബിൾ സ്പൂൺ ഓഫ് മുരിങ്ങ പൗഡർ, 3 ടേബിൾ സ്പൂൺ ഓഫ് ചന്ദന പൗഡർ, 3 ടേബിൾ സ്പൂൺ ഓഫ് ബലാ പൗഡർ, 3 ടേബിൾ സ്പൂൺ ഓഫ് എഷ്ടി മധു പൗഡർ. ഇങ്ങനെ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യം. എല്ലാം ഞാൻ ഈ പറഞ്ഞതെല്ലാം 3 ടേബിൾ സ്പൂണോളം എടുക്കുക. എന്നിട്ട് ഒരു കുഞ്ഞു ബോട്ടിലായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എപ്പോഴൊക്കെയാണോ നമ്മൾ മാസ്ക് ഉപയോഗിക്കാൻ റെഡി ആവുന്നത് അപ്പോഴേ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് മിൽക്കിലോ ഹണിയിലോ ആഡ് ചെയ്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മാസ്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പറയുന്നത് 5 മുതൽ ഒരു 10 മിനിറ്റ് വരെ നിങ്ങൾ മുഖത്ത് ഇട്ടാൽ മതി. എന്നിട്ട് നല്ല രീതിയിൽ ക്ലീൻ ആക്കി വാഷ് ചെയ്യുക. അപ്പോൾ ഈ മാസ്കിലൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് നല്ല നറിഷ്ഡ് ആയിട്ടുള്ള സ്കിന്നാണ്. ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും.
അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിന് പഴയ സ്ട്രെങ്ത് തിരിച്ചു കിട്ടുന്നതായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഫീല് തോന്നും. ഇനിയുള്ള 6ാമത്തെ 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈസിയാണ്. എനിക്ക് ഒരുപാട് അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാര്യം ഒരു ഹോം മെയ്ഡ് മോയ്സ്ചറൈസറും ഹോം മെയ്ഡ് സൺസ്ക്രീനും ആണ്. ഏറ്റവും ബിസി ആയിട്ടുള്ളവർക്ക് പറ്റിയ 3 സ്റ്റെപ്പാണ്. ഒന്ന് ക്ലെൻസർ, ഒന്ന് മോയ്സ്ചറൈസർ, ഒന്ന് സൺസ്ക്രീൻ. CMS എന്ന് നമുക്കിതിനെ ചുരുക്കി പറയാം. കാര്യം ഒരു നല്ല ഫേസ് വാഷ് നിങ്ങൾ കാണുക, അതിനുശേഷം ഒരു നല്ല മോയ്സ്ചറൈസർ ഉണ്ടായിരിക്കും, പിന്നെ സൺസ്ക്രീൻ. അപ്പോൾ പെട്ടെന്ന് ഈ ഞാൻ പറഞ്ഞ പോലെ ട്യൂണറും എക്സ്ഫോളിയേഷനും അങ്ങനെ ഫേസ് മാസ്ക് ഒന്നും ചെയ്യാൻ സമയം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 സ്റ്റെപ്പുകൾ ഉറപ്പായി ഉണ്ടെങ്കിൽ ഒരു രീതിയിൽ ക്ലിയർ സ്കിൻ നിലനിർത്താൻ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന്, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൺസ്ക്രീനും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ സൺസ്ക്രീനെല്ലാം ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണുള്ളത്. അത് നമ്മുടെ ഇന്റേണൽ ഹെൽത്തിനൊന്നും നല്ലതായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ആയിട്ട് മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് സൺസ്ക്രീനിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരുന്നു വെച്ചാൽ സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറായിട്ടുള്ള ഒരു മിനറലാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ബ്യൂട്ടി ക്രീം എന്ന് പറയും. ഗീനെ വാട്ടറുമായിട്ട് റൊട്ടേറ്റ് ചെയ്തുണ്ടാക്കിയ ഒരു ക്രീം. അത് യൂസ് ചെയ്താലും മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്താലും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളത് എത്രയാണ്, വെറും ഒരു 100 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക. ആക്ച്വലി അങ്ങനെയല്ല. 50 ഗ്രാം ഗീയും 50 ഗ്രാം വാട്ടറുമാണ് ഇതിനാവശ്യം. ഓരോ തവണ വെള്ളം ഒഴിക്കുക, 100 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക, ആ വെള്ളം മാറ്റുക, വീണ്ടും 100 ഗ്രാം പ്യുവർ ആയിട്ടുള്ള വെള്ളം ആഡ് ചെയ്യുക, വീണ്ടും 100 ടൈം റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ഏകദേശം 100 ടൈംസ്, അതായത് 100 തവണ 100 പ്രാവശ്യമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് 10,000 റൊട്ടേഷനിലൂടെയാണ് ഈ ബ്യൂട്ടി ക്രീം ഉണ്ടാക്കുന്നത്, ഗീ ഉപയോഗിച്ചിട്ടുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ബോക്സ് ഇട്ടാൽ മതി. ഞാൻ അതിന് വേണ്ടി സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്കിൻ കെയർ, ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുമായിട്ട് ഒരു പുതിയ വീഡിയോ വരുന്നത് വരെ see you.